താൻ ഉയർത്തിയ ആശയം ശരിയെന്ന് തെളിഞ്ഞു എന്ന് TK ഗോവിന്ദൻ. ഈ ഫലത്തിൽ നിന്ന് CPM പാഠം പഠിക്കണം. പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അടങ്ങിയ നേതൃത്വം തിരുത്തണം. ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ MV ഗോവിന്ദൻ അടക്കമുള്ളവർ ശ്രമിച്ചു. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുക വഴി പാർട്ടിയെ വഞ്ചിക്കുകയാണ് CPM എന്നും TK ഗോവിന്ദൻ ആരോപിച്ചു. ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള UDFന് അനുകൂലമായിട്ടുള്ള ഈ റിസൾട്ട് അതിൽ നിന്ന് പാഠം പഠിക്കാൻ CPM തയ്യാറാകുന്നില്ലെങ്കിൽ CPM കൂടുതൽ പതനത്തിലേക്ക് പോകും. ഈ കേരളത്തിൽ CPM ഉണ്ടാവണം. പക്ഷേ CPMനെ തകർക്കുന്ന പണിയാണ് നേതൃത്വം ചെയ്യുന്നത്. അതിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആളുകളാണ് അതിന് നിലപാടിൽ മാറ്റം വരുത്തേണ്ടത്. അത് തിരുത്താൻ ഇനിയെങ്കിലും അവർ തയ്യാറാണ്. ഇല്ലെങ്കിൽ ഇവരെല്ലാം കാലശേഷം പാർട്ടി ഉണ്ടാവില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളൊരു നേതാവല്ലേ ശൈല ടീച്ചർ. ആ ശൈല ടീച്ചറെ ജയിപ്പിക്കാനല്ലേ ഇവരെ ശ്രദ്ധ മുഴുവൻ പോകേണ്ടത്. നമ്മൾ തിരിഞ്ഞു നോക്കി അങ്ങോട്ടേക്ക്. പാർട്ടി അംഗീകരിച്ചിട്ട് ഭാര്യ നിർത്തിക്കോ. 3 തവണ MLA ആയി ആളും എഴുന്നേറ്റ് പോകുമ്പം തൻ്റെ ഭാര്യ അവിടെ പിടിച്ചിരുത്താൻ നോക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പാർട്ടി തീരുമാനമല്ല. യഥാർത്ഥത്തിൽ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വത്തിലൂടെ ചെയ്തിട്ടുള്ളത്.